കഴിഞ്ഞ 3 യാമങ്ങളായി പടകിന് നേരെ ഉയർന്നു വന്ന തിരകൾ, പടകിനെ വലച്ച തിരകൾ 4-ാം യാമത്തിൽ ശാന്തമാകുന്നു. ശിഷ്യന്മാർ സഞ്ചരിച്ച പടകിലേക്ക് യേശു കടലിൽ കൂടെ നടന്നു വരികയാണ്. യേശു വന്നപ്പോൾ എല്ലാ തിരകളും ശാന്തമായി, കാറ്റടങ്ങി. യേശു വന്നാൽ മതി. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വന്നാൽ, ഇന്ന് നിങ്ങളെ വിഴുങ്ങുവാൻ ധിക്കാരം കാട്ടുന്ന തിരകളൊക്കെ ശാന്തമാകും. യേശു വന്നാൽ മതി. എന്താണ് ഇന്ന് പകൽ നിങ്ങളെ തളർത്തുന്നത്? എന്താണ് ഇന്ന് പകൽ നിങ്ങളെ ഉലയ്ക്കുന്നത്? നിങ്ങൾ വലയുകയാണോ? യേശുവിനെ വിളിക്ക്. യേശു വരും. യേശു വരും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനായ ദൈവം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ അരികത്തിറങ്ങി വരുന്ന ഇങ്ങനെ ഒരു ദൈവമുണ്ട്. ഇറങ്ങി വരും, അടുത്തു വരും. യേശുവിനെ വിളിച്ചാൽ മതി, വലിയ ശാന്തതയുണ്ടാകും. യേശു കർത്താവ് വരുന്നത് കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു, ഗുരു, നീയാകുന്നുവെങ്കിൽ നിന്റെ അടുക്കലേക്ക് എനിക്കൊന്ന് വരണമെന്നുണ്ട്, കൽപ്പിച്ചാലും. യേശു പത്രോസിനോട് പറഞ്ഞു, വരിക. പ്രിയപ്പെട്ടവരെ, ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ, ആ വാക്കുകളിലേക്ക് നോക്കിയപ്പോൾ വലിയ സന്തോഷം, വലിയ ധൈര്യം. കണ്ണെടുക്കാതെ അവൻ കാലെടുത്ത് വെച്ചത് കടലിലേക്കാണ്. തൊട്ടു മുൻപ് വരെ തന്നെ വിഴുങ്ങുവാൻ ധിക്കാരം കാട്ടിയ തിരകൾ അടങ്ങുകയാണ്. എവിടേക്കാണ് പത്രോസ് നീ കാലെടുത്ത് വയ്ക്കുന്നത്? നിന്നെ വിഴുങ്ങുവാൻ ഈ കടലിന് ആഴമുണ്ടെന്ന്, നിന്നെ വിഴുങ്ങുവാൻ, നിന്നെ തകർക്കുവാൻ ഈ നടുക്കടലിന് ശക്തിയുണ്ടെന്ന് നീ അറിയുന്നില്ലേ? എന്നിട്ടും എന്താ നിനക്ക് ഭയമില്ലാത്തത്? അല്പം മുൻപ് വരെ നീ ഭയപ്പെട്ടതല്ലേ? നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചതല്ലേ? ഇപ്പോൾ എന്താ നിനക്കൊരു ധൈര്യം? പ്രിയപ്പെട്ടവരെ, അവൻ യേശുവിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങളുടെ മുഖം പ്രകാശിതമാകും. നിരാശകൾ മാറും, ഭയം മാറും, അസാധാരണമായ ധൈര്യം വ്യാപരിക്കും. നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കില്ല. അവൻ കാലെടുത്ത് വെച്ചത് തൊട്ടു മുൻപ് വരെ അവനെ തകർക്കാൻ ഉയർന്നു വന്ന തിരകളുടെ മുകളിലാണ്. ഇന്ന് നിങ്ങളെ നശിപ്പിക്കുമെന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന ശക്തികൾക്ക് മുകളിൽ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം എന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. യേശുവിൻ്റെ വാക്കിന് ചുവടുകൾ വയ്ക്കുക. അസാധാരണമായ ഒരു ധൈര്യം, ഒരു ദൈവകൃപ വ്യാപരിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.